ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്തത് മരണശേഷം കിട്ടുമെന്ന് പറയുന്നു. മരിച്ചതിന് ശേഷം നല്ല കൂട്ടുകാരിയെയോ നല്ല അയൽക്കാരിയെയോ കിട്ടുമോ എന്നൊരു ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത്, ഈ സ്വർഗവാസികളെ സംബന്ധിച്ച് ഖുർആനിലും പ്രവാചകചര്യയിലും വന്നിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്. അതായത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? തന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ കാണണം എന്നുള്ളതാണ്. ആ സ്രഷ്ടാവിനെ കാണുവാൻ ഈ നഗ്ന നേത്രങ്ങൾ അഥവാ ഇന്ന് ഭൂമിയിലുള്ള കണ്ണ് മനുഷ്യന് പര്യാപ്തമല്ല. അതുകൊണ്ട് കേനോപനിഷത്തിൽ അങ്ങനെയാണ് പറയുന്നത്, യ ചക്ഷുഷ ന പശ്യതി യേന ചക്ഷുംഷി പശ്യതി. കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകിയവൻ ആരാണോ, കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തവൻ ആരാണോ, അവനാകുന്നു ദൈവം. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ദൈവത്തെ കാണുക സാധ്യമല്ല. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ജീവിതം കൊണ്ട് ശ്രമിക്കുന്നത് ദൈവത്തെ കണ്ടുമുട്ടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വർഗത്തിൽ അങ്ങനെ പോകുമ്പോൾ സ്വർഗവാസികൾക്ക് ആ ഒരു ഭാഗ്യം ലഭിക്കും എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. പൂർണ്ണചന്ദ്രനെ നിങ്ങൾ നിങ്ങളുടെ നഗ്നദൃഷ്ടികൾ കൊണ്ട് കണ്ടുമുട്ടുന്നത് പോലെ നാളെ നിങ്ങളുടെ സൃഷ്ടാവിനെ അവൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾ കണ്ടുമുട്ടും. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ വസിക്കുന്ന ആളുകൾക്ക് ഷോപ്പിംഗ് ഉണ്ട് എന്നാണ്. ഇവിടെ ഷോപ്പിംഗ് നടത്തിയിട്ട് തിരിച്ചു വന്നാൽ നമ്മൾ ക്ഷീണിതരായിട്ടാണ് വരുന്നതെങ്കിൽ, സ്വർഗവാസികൾ ഷോപ്പിംഗ് നടത്തിയിട്ട് പോകുമ്പോൾ പോയതിനേക്കാൾ കൂടുതൽ സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ദൈവം ചോദിക്കും, ഇനി നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? അപ്പോൾ അവർ പറയും, ഇനി ഞങ്ങൾ എന്ത് ആഗ്രഹിക്കാൻ? ഞങ്ങളുടെ എല്ലാ കാമനകളും എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായല്ലോ എന്നവർ പറയുമ്പോഴാണ് ദൈവം അവരുടെ മുമ്പിൽ വെളിപ്പെടുക എന്നുള്ള ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യം ചോദിച്ച ആൾക്ക് കൂട്ടുകാരിയെ നല്ലത് കിട്ടും, അയൽക്കാരിയെ നല്ലത് കിട്ടും. ആലിപ്പഴം കൊണ്ടും മഞ്ഞ് കട്ടകൾ കൊണ്ടും നീ ഈ മയ്യത്തിനെ കുളിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. ദൈവമേ, നീ ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് ഈ ഭൂമിയിലേക്കാൾ നല്ല അയൽക്കാരെ കൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ നമുക്ക് നല്ല അയൽക്കാരിയെയും നല്ല കൂട്ടുകാരിയെയും കൂട്ടുകാരനെയും എല്ലാം ലഭിക്കും എന്നുള്ളതാണ്.